ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടി കടല ഉപ്പും ഒരു തക്കാളിയും സവാളയും ഇട്ട് വേവിച്ച് വച്ചിരിക്കുന്നു. 8 വിസിൽ വന്നത് വരെയാണ് വേവിച്ചത്. ഒരു സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നു. കറിവേപ്പില, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിരിയൻ മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ, ഇത്രയുമാണ് ആവശ്യം. അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണിത്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനോ ധൃതിക്ക് പിള്ളേർ സ്കൂളിൽ പോകുന്ന സമയത്ത് വെക്കാനോ പറ്റിയ ഒരു കടലക്കറിയാണ്. കടല രാത്രി ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഒരുപാട് നേരം വെള്ളത്തിൽ കിടന്നു. ഞാൻ വൈകുന്നേരമാണ് വെള്ളത്തിലിട്ടത്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല സ്മൂത്തായിട്ട് വെന്ത് വന്നു. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെച്ച് വേണം ഇളക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കടല വേവിക്കാനും ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിലും കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു കറിക്ക് ആവശ്യമായ ഉപ്പ് ഇത് ആയിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറിയിട്ടുണ്ട്. സവാളയും നല്ല മൂത്ത് വരട്ടെ. സൈഡുകളിലോട്ട് ആക്കിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ടീസ്പൂണിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ, മുളക് പൊടി പിരിയൻ മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ. ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം മൂപ്പിച്ചെടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ അതിലിടക്ക് പറയുന്ന പൊടിക്കൈകളെല്ലാം നിങ്ങൾക്ക് വിട്ടുപോകാതെ കേൾക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കറി വെക്കുന്നതിന് നല്ല ഉപകാരപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഇത് കറി ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും പരിചയക്കാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിക്കണം. നല്ലവണ്ണം തീ കുറച്ച് വെച്ച് മൂപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു ചെറിയൊരു നുള്ളു പുളി ചൂടുവെള്ളത്തിലിട്ടതിന് ശേഷം പിന്നീട് ഒരു ഹോട്ടലുകാരൻ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്നു. അവൻ്റെ അടുത്ത് കടലക്കറി ഉണ്ടാക്കിയപ്പോൾ നല്ല രുചിയായിരുന്നു. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തന്നതാണ്. ഒരു തുള്ളി മേമ്പൊടിക്കായിട്ട് ഇച്ചിരി പുളി ചേർക്കുന്നു. അത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഒരു മുന്തിരിങ്ങയുടെ വലിപ്പത്തിൽ മാത്രമേ പുളി എടുത്തുള്ളൂ. കുറച്ച് നേരം ഇങ്ങനെ വിട്ട് കൊടുക്കുക. എണ്ണ മൊത്തം തെളിഞ്ഞു വരുന്നത് വരെ. കുരുമുളക് പൊടി ഇടാൻ പറയാൻ മറന്നുപോയി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം.
പിന്നെ ഒരു ഇത്തിരി കളറിന് വേണ്ടി ഒരു കാശ്മീരി ചില്ലി പൗഡർ ഒരു ചെറിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവിൻ്റെ ഉപ്പിൻ്റെയും അളവ് കൂട്ടിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ എരിവും ഉപ്പും ചേർക്കുന്നുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം, ഇത് വളരെ നല്ല രുചിയുള്ള കടലക്കറിയാണിത്. ആദ്യം കുറച്ച് തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിക്കണം. അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. നല്ലവണ്ണം കുറച്ച് നേരം അടച്ചു വെച്ച് തിളപ്പിക്കണം. കടല നല്ല വെന്തിട്ടുണ്ട്. നല്ല 10 മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഞാൻ മൂടി മാറ്റി നോക്കി. നല്ല കളറുള്ള കടലക്കറി, രുചിയുമുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഞാൻ മൂടി തുറന്ന് നോക്കി. നല്ല കളറുള്ള നല്ല രുചിയുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉപ്പിൻ്റെ കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇട്ട് കൊടുക്കണം. ഒരു തുള്ളി ഉപ്പിൻ്റെ കുറവ് തോന്നിക്കുന്നുണ്ട്. ഇത്ര ഇട്ടാൽ കൂടി പോകുമെന്ന് അറിഞ്ഞില്ല. ഒരു നുള്ളി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ഇട്ട് കൊടുക്കാം. അതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന മല്ലിയിലയും ഉണക്കമുളകും ഇട്ട് ഗാർണിഷ് ചെയ്യാം. നല്ല രുചിയും മണവും എല്ലാം ഉള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. ഈ നല്ല ടേസ്റ്റുള്ള കടലക്കറി എല്ലാവരും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമായ കടലക്കറി എല്ലാവരും ചെയ്തു നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണ്. കടല വെള്ളത്തിലിട്ട് ഓവർനൈറ്റ് കുതിർത്തി വേണം ഇതുണ്ടാക്കാൻ. ഇത് നല്ലപോലെ ഞാൻ കുതിർത്തിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇട്ട കടലയാണ്. അതുകൊണ്ട് 8 വിസിലിട്ടപ്പോൾ നല്ല മയത്തിൽ വെന്ത് കിട്ടി. ഇതിലുള്ള ടിപ്പും എല്ലാം നല്ലപോലെ കേൾക്കണമെങ്കിൽ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇനിയൊരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.